ഇന്ന് ബുധനാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ദൈവം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ഇവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ കർത്താവെ, അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയിരുന്നവരെ കർത്താവ് ഉടമ്പടിയോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈശോയെ. ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബങ്ങളിൽ കിടപ്പായി പോയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗി കിടന്നു പോയതിൻ്റെ പേരിൽ ഇപ്പം ജോലിക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും കടങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് എത്തുമ്പോഴില്ല വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഇന്ന് 28 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ്. എന്നിട്ട് 28ാമത്തെ കൊല്ലവും പോലും കർത്താവെ അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയുള്ളവർ 28ാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ. കർത്താവെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഈ കല്ലിൻ്റെ പ്രാസാദ്യം ധരിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഫിലിപ്പിയർ 4:11 എടുത്തേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയണത്. കാരണം ഏത് സാഹചര്യത്തിലും അപ്പൊ പരാജയം വന്നാലും വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാൻ. പരാജയം വന്നാലും ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം, കുടുംബത്തിൽ വിജയിക്കാം.
ചിലപ്പോൾ കുടുംബത്തിൽ പരാജയപ്പെടാം, പൊതുജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്കെന്താ വേണ്ടത്? സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചതെന്നേ പറയണതേ. ദൈവം എന്നെ അപ്പം നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ. ഇപ്പം ചില ആൾക്കാർ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ്, ഉടനെ ദൈവത്തിൽ നകന്ന്, പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ. അതാണ് സുവിശേഷവിധമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സാഹചര്യം ചിലപ്പോൾ മാറിയും മറിഞ്ഞൊക്കെ വരും. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം. പൗലോസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. അതുപോലെ ഇതിന് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ദൈവാനുഭവങ്ങളെയെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത്. വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലും ആ പരിശീലനം ലഭിച്ചതിന് മാത്രമേ അവൻ കമാൻഡറായിരിക്കും, അവൻ സംതൃപ്തനായിരിക്കും. ഇപ്പം ചൈനക്കാർ പറയുകയും ഒരു പഴമൊഴി, ഈ ഒരു പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക. അവസാനം എന്ത് സംഭവിക്കും? അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ നല്ല പന്നിയെ കിട്ടും. അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും. അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി അതനുസരിച്ച് നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല, സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണ്ടേ ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണത് നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എല്ലായിടത്തും അവർ ഡർബാറായിരിക്കണം, എല്ലാം അവർക്ക് കിട്ടണം. ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും അവർക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ്. ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്ന് അറിയണത് എങ്ങനെയാണ്? സാഹചര്യം മാറിയാലും അയാൾക്ക് സംതൃപ്തി മാറുന്നില്ലാണ്. ഫിലിപ്പിയർ 4:11-12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പരിശീലനം. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം. 4:11 വായിച്ചേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വിഷയം. ഇപ്പൊ ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ, ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ്? ഏത് സാഹചര്യത്തിൽ പ്രതികൂലമോ അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ്. സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല, ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നത ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും. പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത്. സുവിശേഷത്തെ സംതൃപ്തിയാണ്, അത് പരിശുദ്ധാത്മാവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന, മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണമല്ലേ. ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസ് ആണെന്നാണ് ബൈബിൾ പറയണത്. 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ,
അതുപോലെയൊക്കെ എക്സസൈസ് ഉണ്ട്, യോഗ ഉണ്ട്, കുറച്ച് പരിശീലനം, കുറച്ച് പ്രയോജനമുണ്ട്. പിന്നെ എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. അതായത് ഈ ശരീര പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. റോമ 8:11 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണക്ട് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ആത്മീയ സുവിശേഷവിധ ആത്മീയത എന്ന് പറയുന്നത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില, ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും. അതല്ല ആധ്യാത്മികത. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. എന്താണ്? ഏത് സാഹചര്യത്തിലും 4:11 പറഞ്ഞില്ലേ, ഫിലിപ്പിയർ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. സംതൃപ്തിയാണല്ല വിഷയം. ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല, എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ്. യോഹന്നാൻ 4:13 എടുത്തേ. യേശു പറഞ്ഞു യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അസംതൃപ്തി ഉണ്ടാകുമെന്നാണ്, തൃപ്തി ഉണ്ടാകത്തില്ല എന്നാണ്, വീണ്ടും ദാഹിക്കുമെന്നാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:11 എന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ഞാൻ 21 കൊല്ലം 30 കൊല്ലം കൗൺസ് ചെയ്തില്ലേ, 30 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നത് ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ആവറേജിന് താഴെയുള്ള കുടുംബങ്ങൾ. അവർക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഇല്ല, ആവശ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ചുള്ള സംഭ്രമങ്ങളില്ല, അതിനുവേണ്ടിയുള്ള അത് നേടാൻ വേണ്ടിയുള്ള ആക്രാന്തങ്ങളില്ല, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭാരങ്ങളില്ല. അവരും അവസാനം മരിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും മരിക്കും. എല്ലാം കണക്കല്ലേ അവസാനം. 2-3 റീത്ത് കൂടുതൽ കിട്ടുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ലല്ല. നമ്മൾ സിമിത്തേരി ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ സിമിത്തേരിൽ നമ്മൾ എപ്പോഴും അടക്കത്തിന് ഞാൻ പോകുമ്പോൾ ഓരോരോ കുഴികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ചില കുഴികൾക്ക് ഒരു 10 റീത്ത് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. അതായത് ചില കുഴികൾക്ക് സിമിത്തേരി നോക്കിയാൽ ചിലപ്പോൾ 5 റീത്ത് ചിലവുണ്ട്, ചില അടുത്ത് 10 റീത്ത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുഴിയാഴ്ചക്ക് ചെല്ലുമ്പോഴാണ് ഈ റീത്തെടുത്ത് ദൂരെ എറിയണ കാണാം. ആര്? കുഴിവെട്ടി. എന്തിനാണ് എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശല്യമാണ്. ഈ റീത്തും അതിൻ്റെ പുറത്ത് കിടക്കണ ഈ ചുറ്റിക്കെട്ടും പിന്നെ ചീഞ്ഞ പൂവും എല്ലാം കൂടി അവർ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിടും. ബന്ധുക്കൾ വലിയ സ്വന്തമായിട്ട് കൊടുത്ത സാധനത്തിന് അവസാനം പോയി ഈ റീത്തുകൾ ചെല്ലണം വീഴുന്നത് തെമ്മാടിക്കുഴിയിലാണ്. അപ്പോൾ അവസാനം ഒരു കാര്യവും വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞാൽ ആരോട് ഈശോ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13. മത്തായി സുവിശേഷം 20-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതായത് ദൈവത്തിൻ്റെ ഒരു നിലപാടിതാണ്. ദൈവത്തിൻ്റെ നിലപാടാണ് ഈശോ വ്യക്തമാക്കുന്നത്. അതായത് സ്നേഹിത, നിന്നോട് ഞാൻ ഒരു അനീതിയും ചെയ്തിട്ടില്ല. എന്താണ്? നീ ഒരു ധനാറയ്ക്കെന്നെ സംബന്ധിച്ചു, നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോവുക. അവസാനം വന്നവർക്കും ഒരു ധനാറ തന്നെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനീതിയും ചെയ്യണില്ല ദൈവം. പക്ഷേ അത് വിശ്വസിക്കാൻ മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എക്സ്ട്രാ വേണം. അവിടെയാണ് വിഷയം വേണ്ടത്. പരിശുദ്ധാത്മാവില്ലാത്ത ലോകത്താന്മാർ കാണുമ്പോൾ എല്ലാത്തിലും അനീതി കാണും. കാര്യം എന്താണ്? അവന് അത് കാണാനുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള. ഇപ്പം നമ്മളെ എഫേസ്യസ് ലേഖനം 1:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എഫേസ്യസ് 1:18
ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധർക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വമാണ്. അതറിയാൻ നമുക്ക് എന്താണ് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ദൈവികമായ പദ്ധതികൾ നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അതായത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവം നീതിമാനാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഒന്നൊരു വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതായത് ഈ വചനത്തിൽ വരുന്ന, ഇപ്പോൾ നമുക്കറിയാം അച്ഛനിത് ഒന്ന് ഓർത്തുപോലും ഇല്ലാത്തൊരു വചനം ഈശോ തന്നതാണ് നമുക്ക്. പക്ഷേ ഇതിൻ്റെ വചനത്തിൽ വരുന്ന ദൈവികമായ കുറച്ച് വഴികളുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യസ് ലേഖനമാണ് 1:18 നമ്മൾ വായിച്ചത്. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം, നിത്യമഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഈ നിത്യമഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യണം? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പോൾ എന്താ ഇന്ന് പറയാൻ കാര്യം? ഈ ആന്തരിക നേത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സഹനവും ആന്തരിക നേത്രങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട്. നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് ഉടമ്പടി, അത് വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വാഗ്ദാനത്തെ നമ്മളെന്താ ചെയ്യണത്? ഉടമ്പടി വഴി പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്ത് വേണം? വാഗ്ദാനം പ്രാപിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകൾ കൂടി വേണം. വിശ്വാസം വേണം. വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസം വേണം. പിന്നെ എന്ത് വേണം? പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. പക്ഷേ ഇത് മൂന്നും പോരെ, ഇച്ചിരി കഷ്ടപ്പാട് കൂടി വേണം. പിടിയോ? ഇത് വളരെ ശ്രദ്ധിച്ച് ഉടമ്പടിയുടെ വിദ്യാർത്ഥികളെ, ഉടമ്പടി എടുത്തിരിക്കുന്നവർ, ഉടമ്പടി പഠിക്കാനുള്ളവർ ശ്രദ്ധിക്കണം. അതായത് വാഗ്ദാന രൂപത്തിലാണ് ദൈവം എല്ലാം ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്. കാര്യം ഉടമ്പടി എപ്പോഴും ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. തന്നെയല്ല, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതൊരു പദ്ധതിയാണ്, ദൈവികമായ പദ്ധതി. ആ പദ്ധതി നമ്മൾ അതിൽ ഭാഗഭാക്കാകുകയാണ് ചെയ്യണത് ഉടമ്പടി വഴി. പക്ഷേ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? ഇപ്പം പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്, അല്ലേ? ഗർഭവതിയായ പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്. പക്ഷേ അമ്മയ്ക്ക് പോലും താൻ ഗർഭവതിയാണെന്ന് അറിയത്തില്ല, ഇല്ലേ? അമ്മ കടലാസൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് പോണത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക്? അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. മംഗളവാർത്തയ്ക്ക് അവർ ഫിയത്ത് പറഞ്ഞെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൻ്റെ ഭാഗത്തുനിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇതാ കർത്താവിൻ്റെ ദാസി, സെർവൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഉടമ്പടി ചെയ്യണത്. പക്ഷേ ഏറ്റവും നല്ല ഉടമ്പടി അതാണ്. അവർ സെർവൻ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പണം ചെയ്യണതും ആ അപ്പൻ്റെ വാഗ്ദാനം, മംഗളവാർത്തയിലൂടെ നൽകുന്ന വലിയ വാഗ്ദാനമുണ്ട്. ഇത് പ്രാപിക്കാൻ വേണ്ടി ഞാനൊരു സെർവൻ്റാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സെർവൻ്റ് ആകുന്നതിലൂടെയും ഉടമ്പടി പ്രാപിക്കാൻ പറ്റും. ഇത് താഴ്ന്നു വരണവരുടെ ദൈവഹിതം എങ്ങനെ സെർവൻ്റ് ആകുമ്പോൾ ചുമ്മാ സെർവൻ്റൊന്നും ആകാൻ പറ്റത്തില്ല. ചുമ്മാ സെർവൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം, അമ്മയുടെ ഒരു മെത്തേഡ് അതാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ സെർവൻ്റ് ആയിക്കൊള്ളാം എന്നാണ് അമ്മ പറയണത്. ബൈബിളിലെ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ സഫറിങ് സെർവൻ്റാണ്, സഹനദാസിയാണ്. അപ്പോൾ സഹനത്തിനൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, വചനത്തെ മാംസമാക്കി രക്ഷകനായ ലോകത്തേക്ക് നൽകാൻ ഞാൻ സഹനം ഏറ്റെടുത്തോളാമെന്ന് അമ്മ പറയും. അപ്പോഴങ്ങനെ പറയുന്ന സമയത്ത് വചനം മാംസമായി അമ്മ പ്രഗ്നൻ്റ് ആവും.
പക്ഷെ അമ്മ എങ്ങനെയാണ് ഈ വാഗ്ദാനം പ്രാപിച്ചതിനെക്കുറിച്ച് എലിസബത്തിൻ്റെ വാക്കിൽ നമുക്ക് മനസ്സിലാകണത്. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന്, അമ്മ അപ്പനുമായിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടി എങ്ങനെയാണ് അമ്മ അതിൽ ആ വാഗ്ദാനം പ്രാപിച്ചതെന്ന് നമുക്ക് അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടത്തില്ല, എലിസബത്തിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടണത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നത് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം പ്രാപിച്ചതെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. എന്താണ് എലിസബത്ത് പറയണത്? മേരി എന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇതാണ് വിഷയം. അമ്മ ഈ ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 പറയണത്. എങ്ങനെയാണ്? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. എന്താണ് എലിസബത്ത് പറഞ്ഞത്? അഥവാ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത്? മേരി, എലിസബത്ത് പരിശുദ്ധാത്മാവ് എന്താണ് എലിസബത്തിലൂടെ പറഞ്ഞത്? മേരി, യു ആർ ബ്ലെസ്ഡ്. നീ എന്താണ്? ഭാഗ്യവതിയാണ്. എന്താണ്? ഈ ഉടമ്പടി ആണ് നമ്മളെ ഭാഗ്യമുള്ളവരാക്കണത്. അതാണ് പരിശുദ്ധാത്മാവ് പറയണത്. ഒരു വ്യക്തിയെ ഭാഗ്യമുള്ളതാക്കണത് ഉടമ്പടിയാണ്. എന്താണ്? നീ ഭാഗ്യവതിയാണ്. കാര്യം എന്താണ്? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനം, നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള വാഗ്ദാനം നീ എന്ത് ചെയ്ത്? അത് നിറവേറിയെന്നല്ല, നിറവേറും. ഭാവിയാണ്, പ്രത്യാശയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ. അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ എന്താണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അപ്പൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതാണ് സംഭവം. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഒന്ന്, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. ഉടമ്പടി പാലിക്കാൻ, ഉടമ്പടി നിറവേറാൻ നമുക്ക് ആവശ്യമായത് എന്താണ്? ഒന്ന്, വിശ്വാസം. രണ്ടാമത്തേത് എന്താണ്? പ്രത്യാശയാണ് വരണത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ ഉടമ്പടി എടുത്ത ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഒന്ന്, പ്രത്യാശ. രണ്ടാമത്തേത് എന്താണ്? വിശ്വാസം. അതായത് ഇപ്പോൾ റേച്ചലിൻ്റെ അമ്മയ്ക്ക് അവരുടെ മുടി തിരിച്ചു വരുമെന്നുള്ളത് വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ വിശ്വാസിച്ചാണ് അവർ ഒന്നാമത്തെ, അത് എന്താ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം, അവർ ഒന്നാമത് ഉടമ്പടി അത് എഴുതിയത് കൊണ്ടാണ്. അവർ 6ാമതാണ് എഴുതിയെങ്കിൽ ഒക്കട്ടെന്നായി പോയേനും. പല ആൾക്കാരുടെ ഉടമ്പടി ഉടക്കി കിടക്കേണ്ട കാര്യം ഈ ഒക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ കാര്യം എഴുതിയതാണ് പണിയായി പോയിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം, എന്നാൽ നടന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള കാര്യം ആദ്യം എഴുതിയിട്ട് ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട്, അതാണ് നിയോഗമെന്ന് പറയുന്നത്, ഇല്ലേ? ഉടമ്പടിയുടെ നിയോഗം എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാം. അതാണ് നിയോഗം. ഉടമ്പടിയുടെ ഇവിടെ നിയോഗം. ആ നിയോഗത്തിന് ദൈവം ആവശ്യപ്പെടുന്നത് നിബന്ധന മറിയത്തിൻ്റെ പ്രത്യാശയാണെന്നുള്ളത് ദൈവം മാതാവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമുക്ക്. അല്ലാതെ ആലപ്പുഴ വരാൻ കാശുണ്ട്, വണ്ടിക്കാശുണ്ടായാൽ മാത്രം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് മാതാവിൻ്റെ പ്രത്യുത്തരം എന്താണ്? എലിസബത്ത് പറയണത്, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. രണ്ടാമത്തെ എന്താണ്? നിറവേറുമെന്നാണ് വിശ്വസിച്ചത്. ഭാവി നടക്കാൻ പോണ കാര്യമാണ്. അതിനകത്ത് പ്രത്യാശയുണ്ട്. ഒരേ സമയം ഉടമ്പടിക്ക് നമുക്ക് വരുന്നിരിക്കുന്ന നിബന്ധന വിശ്വാസവും പ്രത്യാശയുമാണ്. ഈ വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് ചെയ്യണത്? ഇപ്പോൾ അവരുടെ പേരെന്നാ നമ്മൾ കണ്ടത്? ഷെർലി, അല്ലേ? ഷെർലി പട്ടിയൂർക്കാവിൽ എന്താ ചെയ്യണം? അവർ ഈ മകൻ 2ാം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി കാശ് രൂപ അവർ പോക്കറ്റിലിട്ട് കൊടുക്കും. എന്താ പറയണത്? മകനെ, നീ 2ാമത്തെ കമ്പനി ഇൻ്റർവ്യൂവിൽ, സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിൽ നീ ജയിക്കും. അതെന്താണ്? ഷെർലിയുടെ പ്രത്യാശയാണ്. വിശ്വാസമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും പഴയ ഉടമ്പടി എല്ലാം ചെയ്യണത് ആദ്യം ഒരു സ്തംഭം നാട്ടും, പിന്നെ അവർ ഉടമ്പടി ചെയ്യും, പിന്നെ അവർ ഭക്ഷണം കഴിക്കും. ഇതെല്ലാം സ്ഥിരീകരണത്തിൻ്റെ ഒരു ഇതാണ്.
മരിയൻ ഉടമ്പടി നമ്മളെ സ്തംഭം നാട്ടുന്നതിന് പകരം നമ്മളെ കൊടുക്കുന്നത് ഉടമ്പടി കാശുരുവാണ് കൊടുക്കുന്നത്. ഉടമ്പടി കാശ് എന്ന് ഓർമ്മ. സ്തംഭം നാട്ടണം എന്താണ്? പഴയ നിയമത്തിൽ കല്ലെടുത്ത് വെക്കും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെക്കും, ഒരു കരിങ്കല്ല്. എന്നിട്ട് അതിന്മേ ഉടമ്പടി തൈലം ഒഴിക്കും. അപ്പോഴാണ് അത് ഓർമ്മക്കല്ലാണ്, സ്മാരകശില. അപ്പോൾ ഈ സ്മാരകശിലയുടെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ മരിയൻ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി തൈലം ഒരു സ്മാരകശിലയാണ്. പിന്നെ ഉടമ്പടി പത്രിക, പിന്നെ ഉടമ്പടി കാശുരൂപം, ഇങ്ങനെ കുറേ സ്മാരകശിലകളുണ്ട്. പക്ഷേ എന്താ സംഭവം? ഇതെല്ലാം ഈ ശില നാട്ടണം എന്തിനാണെന്ന് പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നവർ ഞാൻ യഹോവയുടെ നാമത്തിൽ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും ഉടമ്പടി കാശുരൂപം പോകരുത് എന്ന് പറയും. കാശുരൂപം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് അവർക്ക് കാര്യം അറിയാൻ പാടാതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആയാൽ തിരിച്ചു കൊടുക്കും. കാര്യം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ വില എന്താണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്കും അറിയണം. അതുപോലെ ഉടമ്പടി പ്രകാരമുള്ള ഓർമ്മ ആയിട്ടുള്ള തിരുവസ്തുക്കളാണ് അതെല്ലാം. അപ്പോൾ അത് നിങ്ങളതുപോലെ തന്നെയാണ് കരുതേണ്ടത്. ചില ആൾക്കാർക്ക് കരുതൽ കൂടുതലാണ്. പക്ഷേ ഞാൻ ഉടമ്പടി കിട്ടിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചിലർക്ക് വല്ലാണ്ട് അങ്ങോട്ട് അറിയാം. അവിടെയാണ് പ്രശ്നം. ചിലർക്ക് അറിയാം, ചിലർക്ക് വല്ലാണ്ടറിയാം എന്തെല്ലാമാണ് കിട്ടിയിരിക്കണമെന്ന്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളുള്ളത്. കാര്യം നമ്മൾ ഉടമ്പടിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ചില ആൾക്കാർ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞോട് വന്നത് ധൃതി ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അടുത്ത 2 സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന്. അപ്പോൾ ഞങ്ങൾ എന്താ പറയണം അവരോട്? ദയവായിട്ട് ഇവിടുന്ന് മാറി തരാമെന്നേ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ ഉടമ്പടി എടുക്കണം ഒന്നും പറയത്തില്ല. കാര്യം ഇവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടായില്ല ഞങ്ങൾക്കറിയാം. കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സാക്ഷി വിട്ടിട്ടുണ്ട്, ചേർത്തലയിലുള്ള സാക്ഷിയാണ്, ആലപ്പുഴത്തെ സാക്ഷിയാണ്. അതിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസ് എന്ന ആളാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 40 വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല, പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇദ്ദേഹത്തിൻ്റെ 9 വീട്ടുകാരും ഉണ്ട് അടുത്ത്. അവർ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മാസവും തന്നെ ഇത് ആവശ്യമുണ്ട്. അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പുവെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വക കയറും. തണ്ണീർമുക്കം കായലിലൂടെ അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്, തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന്. ഉപ്പുവെള്ളം കയറി വരുമ്പോൾ അത് കായലും പൊങ്ങിയിട്ട് ഇവിടെ വീട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത്. എന്നിട്ട് എങ്ങനെ 12 മാസവും വെള്ളം. അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല, വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം, 12 മാസവും വെള്ളം, 40 വർഷമായിട്ട് വഴിയില്ല. ഇത് ക്യാപിറ്റൽ പ്രശ്നമാണിത്. എന്നിട്ട് ഈ വർഗീസ് ഒന്ന് ഉടമ്പടി ചെയ്യും, അമ്മ എനിക്ക് വഴിയില്ല, ഞാൻ മുട്ടപ്പം നീന്തിയാണ് 12 മാസവും ജീവിക്കണത്, എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തന്നെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയുടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം. കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ വർഗീസിൻ്റെയൊക്കെ കുറേ പേയ്മെൻറ്റ് അമ്മ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം, ആദ്യം നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും. അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. ഉടമ്പടിയുടെ ഒരു സംഭവമാണല്ല, വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം. അതാ ലുക്ക 1:45. വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്നാണ്. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിന് ശേഷം മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്ന വഴി, ഇല്ലാത്ത വഴിയിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ, കിട്ടാത്ത വഴിയിൽ, കേസായ വഴിയിൽ കൊണ്ടുപോയി ഈ ഉപ്പ് വിതറും. എന്താണ്? എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത്. വിശ്വസിച്ചവരാണ്. അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല, അത് പ്രഖ്യാപിക്കണം. വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കണത് എന്താണ്? അത് പ്രഖ്യാപനമാണ്. വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ്. അവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വർഗീസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ്. ഉടമ്പടി കൊണ്ട് ഉപ്പ് കൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തിട്ട് കർത്താവ് ഈ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് 1 കൊല്ലമാകും. 1 കൊല്ലമാകുമ്പോൾ വർഗീസ് അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്നിച്ച് അമ്മയോട് പറയും, അമ്മേ 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇതുവരെക്കും വഴി കിട്ടിയില്ല. അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് വിഷയം. കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ, ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട അതിൻ്റെ അകത്ത്. കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പോൾ വർഗീസ് കർത്താവിൻ്റെ അടുത്തുനിന്ന് അമ്മയോട് തോന്നിച്ചും അമ്മയോട് പറയും, അമ്മേ
അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ ഉള്ള സ്നേഹത്തിൽ പറയാം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി വരുന്നു, എനിക്ക് വഴി കിട്ടിയില്ല, എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അമ്മ എന്തെങ്കിലും ചെയ്യണം, അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് സംഭവം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലെയുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും. അത് അമ്മയുടെ ചങ്കിലിക്കുള്ളൂ ആ സംഭവം. ദൈവത്തിന് ഇവിടെ പ്രാർത്ഥിക്കണമല്ല പ്രശ്നം, ദൈവത്തിൻ്റെ ചങ്കിലിക്കൊള്ളണം. അതിന് അവിടെ പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ 3 മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ. അത് സംഭവം ഭയങ്കരമാണ്. അത് പറയുമ്പോൾ അത് സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്, ജോമളാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഉള്ളതാണത്. എന്താണെന്ന് വെച്ചാൽ യോശുവ 3:4 പറയും, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മനുഷ്യന് ആവശ്യമായതെല്ലാം വാഗ്ദാനത്തിലുള്ളതാണ്. അതാണ് ലൂക്ക 6, മത്തായി ശ്ലീഹ 6:32-33. എന്നുവെച്ചാൽ പുതിയൊരു വഴി വരികയാണ്, പുതിയ വഴി വെട്ടി വഴി വന്ന് റോഡായി. അത് പക്ഷേ അവർ ഒരു ഡിമാൻഡ് പറഞ്ഞു, വർഗീസ എന്നാണ് നിങ്ങളുടെ കേസ് തീരണത് അന്ന് നിങ്ങൾ വഴി ചേഞ്ച് ചെയ്ത് തരണം, നിങ്ങൾ ആ വഴി എടുത്തിട്ട് ഞങ്ങൾ തന്ന വഴി ഇങ്ങോട്ട് തിരിച്ചു തരണം. അത് ഒരു പുരയിടവാണ്, അത് നല്ല കുറേ സെൻറ്റ് വഴികളാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഉടനെ അതോടുകൂടി വർഗീസ് പറയുകയാണ്, അത് വന്നോടുകൂടി കേസ് ജയിക്കുകയും ചെയ്ത് ആ വഴി പഴയ വഴി ഞങ്ങൾ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യണ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്നാണ് ഈ സംഭവം. ഈ വർഗീസിന് ഈ ഉടമ്പടിയിൽ 1 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണില്ല. ഈ 1 കൊല്ലമുള്ള ഈ മനുഷ്യൻ ഉടമ്പടി എടുത്ത് മുട്ടപ്പം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവസാനം ആ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ എന്ത് ചെയ്ത് ആ ഒരു 3ാമത്തെ ഘടകമുണ്ട്, സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയും. ആ സ്നേഹത്തിലൂടെ വന്ന് അമ്മയോട് പറയണം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി, ഇപ്പോഴും ഞാൻ മുട്ടപ്പം വെള്ളത്തിൽ നീന്തുകയാണ്, അമ്മ എന്തെങ്കിലും ഒരു മരകൃതി ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാരിക്കെട്ടി പറയണതല്ല, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ദൈവത്തോട് അതേ സ്നേഹത്തോടെ പറയാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയിലെല്ലാം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ മക്കളോട്, ഉടമ്പടി വാഗ്ദാനമാണ്, വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വിശ്വാസം വേണം, പിന്നെന്താണ്? പ്രത്യാശ വേണം, പിന്നെ വേണമെന്നല്ല, ഇതൊക്കെ പ്രഖ്യാപിക്കണം നമ്മൾ. അവരിപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഷേളി എന്താ ചെയ്തത്? അലൻ രാജിൻ്റെ സ്വന്തം മകൻ്റെ പോക്കറ്റിലേക്ക് മാതാവിൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചു വെച്ചു. എന്താണ്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ ആക്ഷൻ, വെരി ആക്ഷൻ. കാരണം ഈ നമുക്ക് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹം കൊണ്ട് പറഞ്ഞ് ഉള്ളിൽ നടന്നുകൊണ്ടൊരു കാര്യമില്ല. ഇതെല്ലാ സാധനവും പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെ 3 പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം. വിശ്വാസം പ്രഖ്യാപിക്കും. അപ്പോൾ ഉപ്പ് കൊണ്ട് ആ വെള്ളത്തിലിടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കണം. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പ്രത്യാശ ഏറ്റുപറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യാശ ഏറ്റുപറയും. പിന്നെ എന്താണ്? വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അപ്പോൾ അത് തന്നെയാണ് ഷേളി ചെയ്തത്. മകൻ്റെ നെഞ്ചിൽ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് മാതാവിൻ്റെ മുഖം അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈശോ പറഞ്ഞ ഒരു ബന്ധമാണത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ എന്നാ സംഭവിക്കണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കുക. അത് നിലനിൽക്കണത് എങ്ങനെയാണ്? സ്നേഹത്തിലാണിത് സംഭവം നിലനിൽക്കുന്നത് വചനം. കാരണം സ്നേഹമില്ലെങ്കിൽ ഈ വചനം നിലനിൽക്കത്തില്ല. വചനം ഉണ്ടാകും, നിലനിൽക്കത്തില്ല. ഇപ്പോൾ 15:7 യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ 15:7 ശ്രുതികട്ടെ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെന്ത്? അപ്പോൾ ഈശോ എന്താ പറയണത്? നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങളെന്നല്ല. അതായത് അത് നമുക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്? അതായത് വേറെ ഒരു സാക്ഷ്യം, ഷൈനി ബെന്നി യുടെ സാക്ഷ്യം തൊടുപുഴ. ഷൈനി ബെന്നിയുടെ സാക്ഷി ആഴ്ചയിലുള്ളതായിരുന്നു. അത് സാക്ഷ്യം ഇതാണ്. അവർ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അവർ ആ വചനത്തിൽ നിലനിൽക്കുക. അവർ പറയുന്നത് 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവമില്ല. 10 കൊല്ലമേ. ഞാൻ ഞെട്ടിപ്പോയി. അതായത് പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരിക്കലും കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും മുടങ്ങാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താ കാരണം? അതെന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഇടയ്ക്കൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും രോഗത്തിൽ നമ്മൾ ചെന്ന് പെട്ടാൽ, പ്രഷർ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുടുംബ പ്രാർത്ഥന പോയാൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ പ്രഷർ വേരിയേഷൻ വന്നു. പിന്നെ എന്താണ്, നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നമ്മളത് നോർമലാക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ആൾക്കാരെല്ലാം കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ അപ്പോൾ തീരുമാനമാകും. കാര്യം അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞു പോയി ഞാൻ ഒരിക്കലും കുടിക്കാൻ നിൽക്കരുതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടനെ നെഗറ്റീവാണ് കയറി വരണത്. കാര്യം ആത്മീയമായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതിന് വില കൊടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വിലക്ക് വാങ്ങിയ ആൾക്കാരായത് കാരണം തന്നെ ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടെ നിർത്താൻ നമുക്ക് മുതൽ മുടക്കുണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ.